ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിനി വേറൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. ഇനി ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ദ ഹോൾ റേസ് ടു 5 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് പ്ലസ് വൺ ദ ഹോൾ റേസ് ടു 5 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ ഡി എക്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൺ ദ ഹോൾ റേസ് ടു 5 ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. മറ്റേ നമ്മളിപ്പം എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഹോൾ റേസ് ടു 5 ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം നമ്മളിപ്പം ഇത് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻസിയേഷനിലൊക്കെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയിൻ റൂൾ എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ അതേപോലത്തെ പ്രോബ്ലം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എന്ന് എഴുതും. യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇൻ്റഗ്രൽ ഈ എക്സ് പ്ലസ് വൺ വരെ യു ഇടും. യു റേസ് ടു 5, പിന്നെ ഡി എക്സിന് വരെ നമ്മൾ ഇൻ ടേംസ് ഓഫ് യു ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഡി എക്സിന് പകരം ഡി യു ഇടേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഈ ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എന്നുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി യു ഈസ് ഈക്വൽ ടു ഡി എക്സ്. ഈ വൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അങ്ങ് പോവും. ആയതുകൊണ്ട് അതങ്ങ് പോകും. ഡി യു ഇസ് ഈക്വൽ ടു ഇതിനെ ഡി യു ഇസ് ഈക്വൽ ടു ഡി എക്സ്. ഈ വൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 0 ആവും. സോ ഡി യു ഇസ് ഈക്വൽ ടു ഡി എക്സ്. അപ്പോൾ നമുക്ക് ഈ ഡി എക്സിന് പകരം ഡി യു എന്നിടാം. ഡി എക്സിന് പകരം നമുക്കിവിടെ ഡി യു എന്നിടാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു റേസ് ടു 6/6 പ്ലസ് സി. ഇതാണ് ആൻസർ. പക്ഷെ നമുക്കിത് ഇങ്ങനെ വിട്ടാൽ മാത്രം പോലെ യുടെ വാല്യൂ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനിഷ്യലി നമ്മൾ യു എന്താണെന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ യു റേസ് 6/6 എന്നല്ല നമുക്ക് കിട്ടും. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൺ ദ ഹോൾ റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് സി. ഇതാണ് ആൻസർ. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ 1/2x-3നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 1/2x-3. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രൽ 1/2x-3 ഇൻറ്റു 2x-3 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യു ഇസ് ഈക്വൽ ടു 2x+3 എന്നിടും. യു ഇസ് ഈക്വൽ ടു 2x+3. അപ്പോൾ നമുക്ക് ഈസിലി ഇതിങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ, ഇൻ്റഗ്രൽ 1/u. ഇനി ഡി എക്സിന് പകരം നമ്മൾ ഡി യു ഇടണം. കാരണം ഇൻ ടേംസ് ഓഫ് യു ആണല്ലോ നമ്മളിപ്പോൾ എഴുതിയേക്കുന്നത് അല്ലേ. അപ്പം ഈ ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതായത് ഡി യു ഇസ് ഈക്വൽ ടു 2 ഡി എക്സ്. 2x. 3നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 ആവും. 2 ഡി എക്സ്. ദാറ്റ് മീൻസ് അപ്പോൾ ഇതിന് എന്താ കിട്ടുന്നത്, ദാറ്റ് മീൻസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അതായത് ഡി യു ബൈ 2. അപ്പോൾ ഇവിടെ ഡി എക്സിന് പകരം എന്തിടും, നമ്മൾ ഡി യു ബൈ 2 എന്നിടും. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ദ ആൻസർ വിൽ ബി ബേസിക്കലി ഈ 1/2 ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് 1/u ഡി യു. 1/uനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മൾ ഐഡൻറ്റിറ്റീസിൽ പഠിച്ചാണ്, ബേസിക് ഫോർമുലേസിൽ പഠിച്ചാണ്. ഇൻ്റഗ്രൽ 1/u എന്ന് പറയുമ്പോൾ log u ആണ്. സോ ഇറ്റ് ഈസ് 1/2 log u പ്ലസ് സി. എന്നിട്ട് ഇങ്ങനെ വിട്ടാൽ പോരാ, സിയുടെ വാല്യൂ എന്താന്ന്, യുടെ വാല്യൂ എന്താണെന്ന് ഇട്ട് കൊടുക്കണം. യുടെ വാല്യൂ എന്താണെന്നറിയാം, 1/2 log 1/2x യുടെ വാല്യൂ എന്ന് പറയുന്നത്
നമ്മളിട്ടത് 2x + 3 2x + 3 2x + 3 + c. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.